ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ രാജിവെച്ചു. ഇത് വളരെ പെട്ടെന്ന് ഒരു അപ്രതീക്ഷിതമായിട്ടൊരു ഒരു വാർത്തയായിട്ടാണ് നമ്മളെ തേടിയെത്തിയത്. അതെ. ഇത് ഇതിലെന്തെങ്കിലും ഒരു ദുരൂഹതയുണ്ടോ എന്നുള്ള കാര്യം അവശേഷിക്കുന്നുണ്ട്. കാരണം ഇതില് എന്തെങ്കിലും ഒരു കേന്ദ്ര നീക്കം ഇതിനകത്ത് പ്രതീക്ഷിക്കാമോ? കാരണം ഇത്തരത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ വളരെ അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹം ആരോഗ്യ കാരണങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിലെന്തെങ്കിലും ഒരു 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 ദുരൂഹത ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് കുറ്റം പറയാൻ പറ്റും? പറ്റില്ല എന്ന് മാത്രമല്ല, ഈ ജഗ്ദീപ് ധൻഖർ രാജിവെച്ചതിനെ കുറിച്ച് ദുരൂഹതയുണ്ടോ എന്ന ചോദ്യത്തിന് ദുരൂഹത മാത്രമേ ഉള്ളൂ. അത് ശരി. അനവധി ആരോപണങ്ങളും അനവധി ഊഹങ്ങളുമാണ്. ഊഹാപോഹങ്ങൾ അനവധി പത്രങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ, ഇപ്പോൾ BJPക്ക് അകത്തുള്ളവരും എതിരാളികളും ഒക്കെ തന്നെ, ഇപ്പോൾ പ്രതിപക്ഷവും ഭരണകക്ഷിയും ഒക്കെ തന്നെ ഒറ്റക്കും തെറ്റക്കും ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഒന്ന്, ഈ പാർലമെന്റ് സമ്മേളനത്തിൽ ഒരു പകല് മുഴുവനും സജീവമായിരുന്ന ഒരാളാണ് അദ്ദേഹം. പെട്ടെന്ന് വൈകുന്നേരം പോയി ആരോഗ്യ പ്രശ്നം. അതുവരെ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ പണ്ട് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു, അസുഖം ഉണ്ടായിരുന്നു, ചികിത്സ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്നിട്ട് സമ്പൂർണ്ണ ആരോഗ്യവാനായി എല്ലാ മേഖലയിലും നിറഞ്ഞു നിൽക്കുമ്പോഴാണ്. മാത്രമല്ല, പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും അസ്വസ്ഥതയുള്ളതായിട്ട് പറഞ്ഞിട്ടില്ല. അന്ന് വൈകുന്നേരം അദ്ദേഹം പോയി രാജിവെക്കുകയാണ്. കാരണം പറയുന്നത് വ്യക്തിപരമായ കാരണം, ആരോഗ്യപരമായ കാരണങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന വേറൊരു കാര്യം, ഇങ്ങനെ ഒരാൾ പൊടുന്നനെ രാജിവെച്ചാൽ അദ്ദേഹം ഭരണകക്ഷിയുടെ പ്രമുഖനായ നേതാവാണ്, സീനിയറായിരുന്ന ലീഡറാണ്, ദീർഘകാലം ഗവർണറായിരുന്നയാളാണ്. അപ്പോൾ വലിയ സീനിയോറിറ്റി ഉള്ള ഒരാൾ അങ്ങനെ പെട്ടെന്ന് രാജിവെച്ച് പോകുമ്പോൾ ഒന്നുകിൽ അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഗ്രീവൻസ് എന്താണ് എന്നറിഞ്ഞിട്ട് രാജി സ്വീകരിച്ചാൽ മതി എന്ന് വെക്കാമല്ലോ. രാജി വെക്കേണ്ട താമസം രാജി സ്വീകരിച്ചു എന്ന് മാത്രമല്ല, അടുത്ത ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ഇതിനിടയിൽ കേൾക്കുന്ന കാരണങ്ങളിൽ ഒന്ന്, കേന്ദ്ര ഗവൺമെൻറ്റും BJPയുമായി അദ്ദേഹം പാർട്ടിക്കകത്ത് വലിയ സംഘർഷങ്ങളും ഏറ്റുമുട്ടലും ഉണ്ടായിരുന്നു. വലിയ തോതിൽ ഒറ്റപ്പെടൽ അദ്ദേഹം അനുഭവിച്ചിരുന്നു. മാത്രമല്ല, അദ്ദേഹത്തിന് പലപ്പോഴും ഒരു വാർത്തയിൽ കണ്ടത് അദ്ദേഹത്തിൻ്റെ വിദേശയാത്രകൾ പോലും വിലക്കപ്പെട്ടിരുന്നു പലപ്പോഴും. ഇപ്പോൾ മുൻ ഉപരാഷ്ട്രപതിമാർ നടത്തിയ അത്രയും വിദേശയാത്രകൾ, ഇദ്ദേഹം ഇപ്പോൾ 3 കൊല്ലമായി, 2 കൊല്ലം കൂടി അദ്ദേഹത്തിന് ബാക്കിയുണ്ട്. പക്ഷേ അദ്ദേഹം 4 തവണയാണ് അദ്ദേഹം വിദേശയാത്രക്ക് പോയത്. മറ്റു കൂടുതൽ വിദേശയാത്രകൾ അദ്ദേഹം അപേക്ഷിച്ചിട്ടും പലപ്പോഴും നിരസിക്കപ്പെട്ടു എന്നതാണ് ഒന്ന്. 2, ലോകരാഷ്ട്രങ്ങളുടെ നേതാക്കന്മാർ ഈ ഡൽഹിയിൽ വരുമ്പോഴൊക്കെ തീർച്ചയായിട്ടും ആദ്യം ഈ പ്രധാനപ്പെട്ട രാഷ്ട്ര നേതാക്കന്മാരുമായിട്ട് മീറ്റിംഗ് ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും രാഷ്ട്രപതിയെ കാണും. വലിയ രാഷ്ട്രത്തലവന്മാരൊക്കെ വന്നാൽ ആദ്യം രാഷ്ട്രപതിയെ കാണാം, പ്രധാനമന്ത്രിയെ കാണും. പിന്നെ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട ആളാണ്, രാഷ്ട്രപതി കഴിഞ്ഞാൽ ഉപരാഷ്ട്രപതിയാണ്, പ്രധാനമന്ത്രി. ഇങ്ങനെ ഈ 3 പദവികളാണല്ലോ നമ്മുടെ രാഷ്ട്രീയത്തിലെ നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന പദവി. പലപ്പോഴും ഇദ്ദേഹത്തെ ഇതൊക്കെ അറേഞ്ച് ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെൻറ് ആയിരിക്കുമല്ലോ. അങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ ഈ രാഷ്ട്രപതിയുമായിട്ട് മീറ്റിംഗ് ഉണ്ടാവും, പ്രധാനമന്ത്രിയായിട്ട് മീറ്റിംഗ് ഉണ്ടാവും. എന്നാൽ ഉപരാഷ്ട്രപതി പലപ്പോഴും അവഗണിക്കപ്പെടുന്നു. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന് അത് ഫീൽ ചെയ്തത് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് വന്നു, JD വാൻസ് കഴിഞ്ഞ മാസം വന്നു. ഇദ്ദേഹത്തെ അത്തരമൊരു യാത്ര അറിയിക്കുകയോ ആലോചിക്കുകയോ ചെയ്തില്ല അദ്ദേഹമായിട്ട്. വേറൊരു കാര്യം ഓർക്കണം, ഒരു രാഷ്ട്രത്തിൽ നിന്ന് ഏത് നേതാവാണോ വരുന്നത്, ആ രാഷ്ട്രത്തിന്റെ ഇവിടത്തെ കൗണ്ടർ പാർട്ട് ആരാണോ അയാളെ ആദ്യം കാണേണ്ടതും മീറ്റ് ചെയ്യേണ്ടതും സംസാരിക്കേണ്ടതും. കാരണം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് വന്നാൽ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് ആണ് അദ്ദേഹത്തിന്റെ കൗണ്ടർ പാർട്ട്. അവർ തമ്മിലാണ് ഏറ്റവും കൂടുതൽ എല്ലാം പ്ലാൻ ചെയ്യേണ്ടത്. പക്ഷെ ഇദ്ദേഹം കണ്ടതുപോലുമില്ല. JD വാൻസ് വന്നു പോയി. ആ സമയത്തിന് ഇദ്ദേഹത്തിന് നേരത്തെ തീരുമാനിച്ച പരിപാടികൾ ഡൽഹിക്ക് പുറത്ത് എവിടെയൊക്കെയോ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ തന്നെ അദ്ദേഹം ഉണ്ടായിട്ട് പോലും ഇവർ തമ്മിൽ കാണാനുള്ള ഏർപ്പാടുണ്ടായില്ല. അതാണ്, അത്തരത്തിലുള്ള ധാരാളം അനുഭവങ്ങൾ അദ്ദേഹത്തിനുണ്ട് എന്നാണ്. എവിടെ മുതലാണ് കേന്ദ്ര ഗവൺമെന്റുമായി ഇദ്ദേഹം പിണങ്ങിയത്? വേറൊരു കാര്യം കൂടി കൂട്ടത്തിൽ ഓർക്കണം. ആശയപരമായി കേന്ദ്ര ഗവൺമെന്റിനെ ഇത്ര പരസ്യമായി ന്യായീകരിച്ച ഒരു വൈസ് പ്രസിഡന്റ് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇതിനു മുമ്പുണ്ടായിരുന്ന വെങ്കയ്യ നായിഡു പറയുമ്പോൾ BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റൊക്കെ ആയിരുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം പോലും ഈ പാർലമെന്ററി പദവി, ഉപരാഷ്ട്രപതി എന്ന പദവിയിലിരിക്കുന്ന കാലത്ത് കേന്ദ്ര ഗവൺമെന്റിനെയോ BJPയുടെ രാഷ്ട്രീയ നയങ്ങളെയൊന്നും ഇത്ര പരസ്യമായി ന്യായീകരിക്കുമായിരുന്നില്ല. ധൻഖർ അങ്ങനെയല്ല, പരസ്യമായി ന്യായീകരിക്കും എല്ലാ കാര്യത്തിലും. ഇപ്പൊ ഈ BJP കൊണ്ടുവന്ന സുപ്രധാനമായ ഇഷ്യൂസിലൊക്കെ, പ്രധാനപ്പെട്ട BJP നേരിട്ട ഇഷ്യൂസിലൊക്കെ തന്നെ എല്ലാം, ഇപ്പോൾ നമ്മളെ ഗോവധ നിരോധം തൊട്ട് രാമക്ഷേത്രം തൊട്ട് ഭാരത് മാത
മീൻസ് ഭാരതാംബ വിവാദം വരെ എല്ലാ കാര്യങ്ങളിലും ഒന്നിനൊന്ന് BJP സാധാരണഗതിയിൽ രാഷ്ട്രപതി പദവിയിലെത്തിയാൽ, ഉപരാഷ്ട്രപതി പദവിയിലെത്തിയാൽ നല്ല രാഷ്ട്രീയക്കാരായിരിക്കും, എങ്കിൽ പോലും അവരത് അത്ര പരസ്യമായി പ്രകടിപ്പിക്കാറില്ല. ഇദ്ദേഹം പ്രകടിപ്പിക്കുന്ന ഒരാളാണ്. BJPയുടെ രാഷ്ട്രീയത്തെ നമ്മളെ സാധാരണ ഇപ്പോൾ BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രകടിപ്പിക്കുന്നതിനേക്കാളും ശക്തമായി പ്രകടിപ്പിക്കുന്ന ഒരാളാണ്. എന്നിട്ടും എപ്പോഴാണ് ഇദ്ദേഹവുമായി തെറ്റിയത്? വേറൊരു കാര്യം കൂടി നമ്മൾ ഓർക്കണം. ഇത് ഒരു പക്ഷേ നമ്മുടെ ഗവർണർമാർ പോയിട്ട്, കേന്ദ്ര ഗവൺമെന്റ് നിയമിക്കുന്ന ഗവർണർമാർ പല സംസ്ഥാനങ്ങളിലും പോയിട്ട് സംസ്ഥാനങ്ങളോട് ഏറ്റുമുട്ടാൻ നിന്നല്ലോ. അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. അത് തുടങ്ങി വെച്ചത് ധൻകറാണ്. പശ്ചിമ ബംഗാളിന്റെ ഗവർണറായിരുന്നു അദ്ദേഹം. അവിടെ മമതാ ബാനർജിയോട് ഏറ്റുമുട്ടി എന്നും അടിയും വഴക്കും, അങ്ങനെ ഒരു സംഘർഷത്തിന്റെ അന്തരീക്ഷം ഒരു പക്ഷേ ഇന്ത്യയിൽ ആദ്യമായി ഉണ്ടാക്കിയ ഗവർണറാണ്. എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിലുള്ള നിരന്തരമായ സംഘർഷത്തിന് നേതൃത്വം നൽകിയ ഒരാളാണ്. എന്ന് പറഞ്ഞാൽ ഒരു പോരാളിയാണ്. ബേസിക്കലി അദ്ദേഹം BJPയുടെ ഒരു കറകളഞ്ഞ പോരാളിയാണ്. ഒരു വിട്ടുവീഴ്ച ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അദ്ദേഹം എന്തുകൊണ്ട് അദ്ദേഹം മനസ്സ് വിങ്ങി പ്രതിഷേധിച്ച് അമർഷത്തോടെ രാജിവെച്ചു പോയി? അതിന് BJP വൃത്തങ്ങളിൽ നിന്ന് ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം, പാർട്ടിയോട് അദ്ദേഹം ആവശ്യപ്പെട്ടത് ഉപരാഷ്ട്രപതി അല്ല, രാഷ്ട്രപതിയാണ്. അപ്പോൾ രാഷ്ട്രപതിയാണ് അദ്ദേഹം കണ്ണുവെച്ചിരുന്നത്. പക്ഷെ ഒരു തൽക്കാലത്തേക്കുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ്, ബദൽ സംവിധാനം എന്ന നിലയിലാണ് ഉപരാഷ്ട്രപതി കൊടുത്തത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ അങ്ങനെയുണ്ടല്ലോ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉപരാഷ്ട്രപതിമാരൊക്കെ പിന്നീട് രാഷ്ട്രപതിമാരായിട്ട് പിരിഞ്ഞുപോയ സാഹചര്യം പലപ്പോഴും ഉണ്ടാവാറുണ്ടല്ലോ. അത് പ്രതീക്ഷിച്ചാണ് ഇദ്ദേഹം ഉപരാഷ്ട്രപതി ആയത്. ഇപ്പോൾ എവിടെയോ വെച്ച് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ BJPയുടെയും അല്ലെങ്കിൽ ഇതൊക്കെ തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട പ്രധാനികളുടെ വേദികളിൽ, ഗവൺമെന്റിന്റെ സുപ്രധാനമായ നയരൂപീകരണ സമിതികളിൽ കൃത്യമായി ചർച്ച വന്നു. അദ്ദേഹം ആവശ്യപ്പെട്ടു അത്രേ, എന്നോ ആക്കേണ്ടത്, ഞാനാണ് രാഷ്ട്രപതി ആവേണ്ടത്, എന്നെ രാഷ്ട്രപതി ആക്കുമോ ഇല്ലയോ, അത് സാധ്യമല്ല എന്ന് പാർട്ടി കൃത്യമായിട്ട് പറഞ്ഞു എന്നതാണ് ഒന്ന്. ഒരു പ്രധാനപ്പെട്ട കാര്യമാണത്. രണ്ട്, ഇദ്ദേഹത്തെ ചില നീക്കങ്ങൾ ഇപ്പോൾ അടുത്ത കാലത്ത് കേന്ദ്ര ഗവൺമെന്റിന് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, ഉപരാഷ്ട്രപതിയാണ് നമ്മുടെ രാജ്യസഭയുടെ ചെയർമാൻ. അപ്പൊ രാജ്യസഭയിൽ ഇദ്ദേഹം ചെയ്യുന്ന പല കാര്യം അടുത്ത കാലത്ത് ഈ ഒരു അനിഷ്ടം വന്നതിന് ശേഷം അദ്ദേഹം ചെയ്യുന്ന പല കാര്യങ്ങളും കേന്ദ്ര ഗവൺമെന്റിന്റെ ഗുഡ് ബുക്കിൽ നിന്ന് അദ്ദേഹം പുറത്തായിട്ട് ആകാൻ കാരണമായിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ യശ്വന്ത് വർമ്മ ആ ഡൽഹി ഹൈക്കോർട്ടിൽ ഉണ്ടായിരുന്നപ്പോൾ വലിയ നോട്ടുകെട്ടുകൾ പിടിച്ചില്ലേ, അദ്ദേഹത്തിന്റെ യശ്വന്ത് വർമ്മക്കെതിരായി യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അയാൾ ജഡ്ജാണല്ലോ, അദ്ദേഹത്തെ അവിടുന്ന് ജസ്റ്റ് ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് അലഹാബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റിയിട്ടേ ഉള്ളൂ. അദ്ദേഹത്തെ അങ്ങനെ വിട്ടാൻ പറ്റില്ല, ഇംപീച്ച് ചെയ്ത് പുറത്താക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ MP-മാര് രാജ്യസഭാ ചെയർമാനെ കണ്ടു. രാജ്യസഭാ ചെയർമാൻ എന്ന് പറഞ്ഞാൽ ഉപരാഷ്ട്രപതി ധൻകറെ കണ്ടു. സാധാരണഗതിയിൽ അതിലെന്താണ് തീരുമാനം എടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുമ്പോൾ ഒരു കീഴ്വഴക്കം എന്താണെന്നറിയോ? ഭരണകക്ഷിക്ക്, പ്രത്യേകിച്ച് രാജ്യസഭാ ചെയർമാൻ ഉപരാഷ്ട്രപതി ആയിരിക്കുമ്പോൾ ഭരണകക്ഷിയുടെ താല്പര്യം എന്താണെന്ന് നോക്കും. മനസ്സിലായില്ലേ? അപ്പൊ ഭരണകക്ഷിക്കും യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യുന്നതിനെതിരല്ല. അങ്ങനെ വരുമ്പോൾ ഭരണകക്ഷിക്കാർ സംഘടിച്ച് അവർ പാർലമെന്റ് MP-മാരുടെ ഒപ്പ് സംഘടിപ്പിച്ചിട്ട് ആണ് ഇംപീച്ച്മെന്റ് ആവശ്യപ്പെടുക. അങ്ങനെയാണ് ഇംപീച്ച്മെന്റ് ഒരാൾ ഒറ്റക്കല്ല, എല്ലാവരും കൂടിയാണ് ആവശ്യപ്പെടുക. അപ്പോൾ ഭരണകക്ഷി MP-മാരുടെ ഇംപീച്ച്മെന്റ് നോട്ടീസ് വരുന്നതിന് മുമ്പ് തന്നെ അത് വരാനിടയുണ്ടെങ്കിൽ അതാണ് ആദ്യം സ്വീകരിക്കുക. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ പ്രതിപക്ഷത്തിന്റെ ഇംപീച്ച്മെന്റ് നോട്ടീസ് ആദ്യം സ്വീകരിച്ചു. 65 പേരോ മറ്റോ ഒപ്പിട്ട് കൊടുത്തു എന്ന് പറയും. അത് സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അത് ഭരണകക്ഷിക്ക് എതിരെയുള്ള ഒരു പ്രകോപനമാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. എന്നിട്ട് അദ്ദേഹം ഈ പോക്ക് പോയാൽ, ഇദ്ദേഹത്തിന്റെ ധൻകറുടെ നീക്കം ഇങ്ങനെയാണെങ്കിൽ സാക്ഷാൽ ധൻകറെ തന്നെ, അതായത് ഉപരാഷ്ട്രപതി ധൻകറെ തന്നെ ഗവൺമെന്റ് ഇംപീച്ച് ചെയ്ത് പുറത്താക്കുമെന്ന് കൃത്യമായൊരു താക്കീത് അദ്ദേഹത്തിന് ഈ ദിവസങ്ങളിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ എപ്പോഴോ കിട്ടിയിട്ടുണ്ട്. അതിനോടുള്ള ഒരു പ്രതികരണം കൂടിയാണത്. എന്ന് വെച്ചാൽ പുറത്താക്കിയില്ലെങ്കിൽ, നിങ്ങൾ അങ്ങ് രാജിവെച്ച് പോയില്ലെങ്കിൽ ഞങ്ങൾ പുറത്താക്കും. ഇംപീച്ച്മെന്റ് അതൊരു പക്ഷേ ചരിത്രത്തിൽ ഏറ്റവും അപമാനകരമായ സംഗതിയായിരിക്കും. BJP ഭരിക്കുമ്പോൾ ധൻകറെ പോലൊരു വലിയ നേതാവ് ഇംപീച്ച്മെന്റിന് വിധേയമാവുക. ആ മാനക്കേടിന് നിൽക്കാതെയാണ് അദ്ദേഹം രാജിവെച്ച് പോയത്. ഒരു പക്ഷേ ഒറ്റ രാത്രി കൊണ്ട് തന്നെ രാജിവെക്കുകയും രാജി സ്വീകരിക്കുകയും അടുത്ത തെരഞ്ഞെടുപ്പിനുള്ള വേറൊരു കാര്യം കൂടി കൂട്ടത്തിൽ കേൾക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ലിസ്റ്റിൽ ചിലരെ അടിയന്തരമായി അക്കമഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. അവർക്ക് രാഷ്ട്രപതി പോലെ ഉന്നതമായ പദവി കൊടുത്ത് നിർത്തേണ്ട ചിലരുണ്ട്. അതിലൊരാള് നിതീഷ് കുമാറാണ്.
ബീഹാറിലെ. നിതീഷ് കുമാറിനെ അവിടുന്ന് മാറ്റി നിർത്തണം. ഇലക്ഷൻ വരികയാണ് ബീഹാറിൽ. എന്തിനു മാറ്റി നിർത്തണം? JDUവിന്റെ നേതാവാണ് നിതീഷ് കുമാർ. ഘടകകക്ഷി BJP ആണ്. ചരിത്രത്തിൽ BJPക്ക് അവിടെ മുഖ്യമന്ത്രി ആവണം. ആ സഖ്യം ജയിക്കുമെന്ന പ്രതീക്ഷയുണ്ട്. BJPക്ക് മുഖ്യമന്ത്രി ആവണമെങ്കിൽ നിതീഷ് കുമാറിനെ മാറ്റി നിർത്തണം. വെറുതെ മാറി നിൽക്കുന്ന ഒരാളല്ല നിതീഷ് കുമാർ. അവിടുത്തെ താപ്പാനയാണ്. അദ്ദേഹത്തെ മാറ്റി നിർത്തണമെങ്കിൽ വലിയൊരു പദവിയിൽ അതിനു മുമ്പ് അദ്ദേഹത്തെ ഇരുത്തണം. അതിനുവേണ്ടി പോസ്റ്റ് ഒഴിയാൻ വേണ്ടിയാണ് രാജിവെക്കാൻ ആവശ്യപ്പെട്ടത് എന്നൊന്നുണ്ട്. കൂട്ടത്തിൽ കേൾക്കുന്ന കേരളത്തിന് താല്പര്യമുള്ള കൗതുകമുള്ള ഒരു കാര്യം, ശശി തരൂരിന്റെ പേരും കേൾക്കുന്നുണ്ട്. ശശി തരൂരിനെ അടിയന്തരമായിട്ട് BJPയോടൊപ്പം അക്കമഡേറ്റ് ചെയ്താൽ അദ്ദേഹത്തിന്റെ സേവനം വലിയ തോതിൽ ദീർഘകാലത്തേക്ക് BJPക്ക് ഉപയോഗിക്കാം എന്നും കേൾക്കുന്നുണ്ട്. വേറെയും പല പേരുകളുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാന്റെ പേര് വരെ കേൾക്കുന്നുണ്ടെങ്കിലും ആരെയോ അക്കമഡേറ്റ് ചെയ്യാൻ അടിയന്തരമായ ഒരു വേക്കൻസി ഉണ്ടാക്കുക എന്ന ലക്ഷ്യം കൂടി കേന്ദ്ര ഗവൺമെന്റ് ഉണ്ട് എന്നും കേൾക്കുന്ന അനേകം ഊഹങ്ങളിൽ ഒരുപാട് സാധ്യതകളുണ്ട്. എന്തായാലും അത് ആരോഗ്യ കാരണങ്ങളാൽ രാജിവെച്ചതല്ല എന്നുറപ്പ്, സ്വമേധയാ രാജിവെച്ചതല്ല എന്നുറപ്പ്. രാജിവെച്ചു പോകാൻ തക്ക പ്രഷർ അദ്ദേഹം അനുഭവിച്ചു എന്നത് വാസ്തവമാണ്. എന്താണ് എന്നത് ഒരു പക്ഷേ അദ്ദേഹം പറയണം, അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഏതെങ്കിലും വഴിക്ക് അത് പുറത്തു വരും. നമുക്ക് കാത്തിരിക്കാം.